മുത്തശ്ശി എനിക്ക് പേടിയാവുന്നു. ആന്റിയുടെ പ്രേതപ്പ് വരില്ലേ? മോളെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? പേടിക്കേണ്ട ഒരാവശ്യമില്ല. അവള് വന്നാ അവളെ പൂട്ടാൻ ഈ മുത്തശ്ശിക്ക് അറിയാം. എന്റെ അമ്മ വരുമോ? എന്റെ അമ്മ വന്നാ അവൾ ഇവിടുന്ന് ജീവനോടെ അവൾ ഇവിടുന്ന് എന്നേക്കുമായി തിരിച്ചു പോയിരിക്കും. ഇത് എന്റെ വാക്കാ. ഇനി മേലാൽ നിന്റെ അമ്മ തിരിച്ചു വരില്ല. മുത്തശ്ശിക്ക് തോന്നാ എന്റെ അമ്മ ജീവനത്തോടെ ഉണ്ട്. നിന്റെ അമ്മ തിരിച്ചു വരത്തൊന്നുമില്ല. അഥവാ അവൾ വന്നാലും അവൾ ഇനി മേലാൽ ഇങ്ങോട്ട് വരത്തില്ല. എന്തൊക്കെയാ നിങ്ങൾ എന്റെ മോളോട് പറയുന്നേ? അവൾ എന്താ നിങ്ങൾ ചെയ്തേ? നിന്റെ അമ്മയുടെ പ്രേതവാ. നിങ്ങളെന്റെ കുഞ്ഞിനെ ഇപ്പോഴും ദ്രോഹിക്കുന്നുണ്ടോ? ഇന്നലെ വന്ന് പോയതിനു ശേഷം നിന്റെ മോളെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അവളെ ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഒരു നേരമെങ്കിലും കഴിക്കാൻ കൊടുത്തോ? ഓ, അപ്പൊ നിങ്ങൾ പ്രേതങ്ങൾ രാവിലെ നടക്കും കഞ്ഞി കൊണ്ടൊക്കെ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഇനി ഉപദ്രവിക്കാനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും. നീ എങ്ങോട്ട് കൊണ്ടുപോകുന്ന? നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് സത്യങ്ങൾ മനസ്സിലായോ? അതെന്താ? നിങ്ങളെ ഞാൻ ഈ നിമിഷം ഇല്ലാതാക്കും. നിനക്കത് പറ്റില്ല. അതെങ്ങനെ നിങ്ങൾ പറയൂ? അതെ, അതൊക്കെ എനിക്ക് പറയാൻ പറ്റും. കാരണം നിന്നെ ഞാൻ എന്നേക്കുമായി തിരിച്ചയക്കാൻ പോവാ ഈ ഭൂമിന്ന്. ഒരു വട്ടം എന്നെ തിരിച്ചയച്ചതല്ലേ? ഇനിയും നിങ്ങൾ എന്നെ എങ്ങനെ കൊല്ലാനാ? ഓൾറെഡി ചത്ത എന്നെ നിങ്ങൾ ഇനി വീണ്ടും കൊല്ലുവോ? ചത്തവരെ പറഞ്ഞേക്കാൻ ഇവിടെ വേറെ വഴിയുണ്ട്. ഇവിടെ ജീവനുള്ളവരെ കൊന്നിട്ട് വന്നവരെ വീണ്ടും പറഞ്ഞേക്കാനുള്ള വഴിയില്ലെന്നാണ് നിന്റെ വിചാരം? എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ? അങ്ങനല്ല, ഈ ചത്തവരെ പറഞ്ഞേക്കാനുള്ള വഴിയും ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. ആന്റി എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ഒന്നും മാളസിനെ ഇനി ഒന്നും ചെയ്യില്ല. ആന്റി ഇന്നലെ വന്ന് പോയതിനു ശേഷം ഞാൻ ഒന്നും അവളെ ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ മുത്തശ്ശി എന്താന്ന് വെച്ച് ചെയ്തോ? എന്തായാലും എന്നെ രക്ഷിക്കാനുള്ള വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമാ. നിങ്ങളാരാ? ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച സ്വാമിയാടി. ഇദ്ദേഹം മതി നിന്നെ ഇവിടുന്ന് തുരത്താൻ. ഇല്ല, ഞാൻ പോവില്ല. നിങ്ങൾ എന്നെ എന്താ ചെയ്യാ? ഞാൻ ഇവിടെ തളക്കാൻ പോകാം. മണ്ണെടുത്ത് ഇതെന്താ മണ്ണെണ്ണ ഒഴിച്ച് തീരുണ്ടാക്കി വെച്ചിരിക്കുന്നു? താരക്ക് എവിടുത്തെ സ്വാമിയോട്? നീ ഇവിടുന്ന് പോയിക്കോ. അതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. പോകുന്നത് എനിക്ക് നല്ലത്. എനിക്ക് നിന്റെ കുഞ്ഞിന് ജീവനോട് വേണോ? ഇവള് പ്രേതമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്ര ബുദ്ധിയൊന്നും വേണമെന്നില്ലല്ലോ. കണ്ണ് കണ്ടിട്ട് ചോർന്നിരിക്കുന്നേ, മോത്തൊക്കെ പാടിയിരിക്കുന്നേ. ഇത് മനസ്സിലാക്കിയ പോലെ സൗണ്ട് നന്നായിട്ട് കർമ്മിച്ചിരിക്കുന്നേ. ഇവള് പ്രേതം തന്നെയാ. അതെ, ചത്തവള് പിന്നെ പ്രേതമല്ലാതെ പിന്നെ എന്താവാനാ? ഞാനല്ലേ? പറഞ്ഞേ. ദൈവമേ, തള്ളെ പറ്റിച്ച് കാശ് കൊണ്ട് പോകാൻ വിചാരിച്ചപ്പോ ഇത് ഒറിജിനൽ പ്രേതമാണല്ലോ. ദൈവമേ, എന്റെ മുട്ടുകാലി ഇറക്കുന്ന തള്ളയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം കിട്ടിയാൽ അതുകൊണ്ട് മുങ്ങാൻ വിചാരിച്ചതായിരുന്നു. ഇത് ഒറിജിനൽ പ്രേതമാണല്ലോ. ദൈവമേ, ഞാൻ വിചാരിച്ചു വലിയ ഡ്യൂപ്ലിക്കേറ്റ് പ്രേതമാണെന്ന്. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇത് തള്ളയുടെ വെറും തോന്നൽ മാത്രമാണെന്ന്. ഇതിപ്പോ ഒറിജിനൽ പ്രേതം ഒന്നും എങ്ങനെയുണ്ടല്ലോ. ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? എന്തോ ഒരു വഴി, ഒരു മന്ത്രം പോലും എനിക്കറിയില്ലല്ലോ. പ്രേതമേ, ഇവിടുന്ന് പോയിക്കോ. ഇവിടെ നിൽക്കണ്ട. ഞാൻ നിന്നെ ഉണ്ടല്ലോ തളച്ചിടും ഇവിടെ. നിനക്ക് എവിടെ പോകാൻ പറ്റില്ല. അപ്പൊ പോകണമെങ്കിൽ അവിടെ പോയിക്കോ. വരുമ്പോ പോകാനായിട്ട് ഞാനത് ഇവിടെ ബുക്ക് ചെയ്ത് വന്നതാണോ? എന്താ തന്നെ വിചാരം? നീ ഇവിടുന്ന് പോയിക്കോ, അത് നല്ലത്. തൽക്കാലത്തേക്ക് മാത്രം ഞാനിപ്പോ ഇവിടുന്ന് പോവുക. കാരണം എന്റെ കുട്ടിയെ നീ ഇങ്ങനെ കണ്ട അവൾക്ക് ടെൻഷനാവും. അതുകൊണ്ട് മാത്രം വളരെ തണ്ടി കൂത്ര മന്ത്രം കണ്ടിട്ടല്ലേ ഞാൻ പോകുന്നേ. നോക്കണേ, എന്തൊരു അഹങ്കാരോ. പ്രേതമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കുലുക്കാവൂല തളച്ചിടുന്ന് പറഞ്ഞിട്ടു. കുറച്ചുകൂടി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്ക് എനിക്ക് ഇനിയും അഭിനയിക്കാനുള്ള കഴിവില്ല. തൽക്കാലം ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ പിടിക്കപ്പെടും. ഇയാൾ ഒറിജിനൽ സ്വാമിയാണെങ്കിലോ? കണ്ടില്ലേ, അവൾ പോയില്ലേ? അവൾ എന്നെ പേടിച്ചു പോയി. അല്ലടോ, അവൾ ഇനി വരുന്നു പറഞ്ഞിട്ടല്ലേ പോയത്. താൻ എവിടുന്ന് വന്നാ? നമുക്ക് അവളോട് സമാധാനത്തിൽ സംസാരിച്ച് അവളെ പറഞ്ഞേക്കാം. അല്ലാതെ അവൾ നമുക്കൊരു മന്ത്രം കൊണ്ട് പറഞ്ഞേക്കാൻ പറ്റില്ല. സ്വാമിക്ക് മന്ത്രമൊന്നും അറിയില്ലേ? സ്വാമിയോട് അങ്ങനെ സംസാരിക്കാതെ. മന്ത്രങ്ങളൊക്കെ അറിയാം, പക്ഷേ മന്ത്രങ്ങളൊന്നും അവൾ കേൾക്കില്ല. അവള് പ്രതികാരം മൂത്ത് വന്നതാ. അവളെ തുരച്ചണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓജോ ബോർഡ് കളിച്ചിട്ട് അവൾ ഇവിടെ വെത്താം. നല്ല സമാധാനത്തില് എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവളെ നമുക്ക് പറഞ്ഞേക്കാം. ദൈവമേ, ആ ഒരു വഴി മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പ്രേതമായിട്ട് കണക്റ്റാവുന്ന ഏക വഴി ഓജോ ബോർഡാ. വേറെ ഒന്നും എനിക്കറിയത്തില്ല. സിനിമയിലുള്ള പോലെ ഓജോബോർഡ് കളിച്ചിട്ട് അവളെ ശാന്തിയായി വരണേ എന്റെ അടുത്തേക്ക്. നല്ലതുപോലെ മനസ്സിലാക്കി കൊടുത്ത് കൈ കാലം പിടിച്ചിട്ടാണെങ്കിൽ അതിന് ഇവിടുന്ന് പറഞ്ഞേക്കാം. എവിടത്തെ സ്വാമിയാ? ഓ,
ഓജോപാട് കളിച്ചിട്ട് പ്രേതം ഇല്ലാത്ത പ്രേതത്തെ ഒഴിപ്പിക്കേ. അതിനിപ്പോ താമരാന്റി പ്രേതമല്ല, അപ്പൊ ഇയാൾ കള്ളസ്വാമിയാണ്. പ്രേതത്തിന്റെ പോലും തിരിച്ചറിയാത്ത മനുഷ്യന്റെ പ്രേതത്തിന് തിരിച്ചറിയാത്ത ഇയാൾ കള്ളസ്വാമി തന്നെ. ഓജോപാട് കളിക്കാത്തറേ. എടാ കള്ളസ്വാമി, എനിക്കുള്ള പണി നമ്മളിപ്പ തരാം. ഇതവിടെ പോയി ഒന്ന് അറിയിക്കട്ടെ. അല്ല താമരാന്റി എവിടെ പോയി? എന്തായാലും മണ്ടിയിൽ ഓരോരുത്തർക്ക് പോവാം. എടോ, ഈ ഓജോപാട് കളിച്ചാല് അവൾ പോകുന്ന ഉറപ്പാണ്. അതെ അതെ, പോവുമായിരിക്കും. എടാ പോകുമായിരിക്കുന്നോ? അവൾ പോകുന്ന പറയടോ. 2 ലക്ഷം തനിക്ക് ഞാൻ അഡ്വാൻസ് തന്നില്ലേ, അതിനുള്ള നന്ദിയിൽ കാണിക്കേ. അവൾ ഇവിടുന്ന് പോയിപ്പിച്ചതാ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് സാധാരണ ഒരു പ്രായമൊന്നുമല്ല, നല്ല പകയുള്ള പ്രേതാ. നിങ്ങളത് വേറെ വല്ല സ്വാമിമാരെ നോക്കി എന്നെ വിട്ടേക്ക്. അത് വേണ്ട, നമുക്ക് പരിഹരിക്കാം. നമുക്ക് ഓജോപാട് കളിക്കാൻ തുടങ്ങാം. മുത്തശ്ശി, ആരെങ്കിലൊക്കെ ഓജോപാട് കളിച്ചേ പ്രേതത്തെ ഒഴിപ്പിക്കോ? ഇയാൾക്ക് വട്ട മുത്തശ്ശി. മുത്തശ്ശി എവിടുന്ന ഇയാളെ കണ്ടുപിടിച്ചേ? ഈ കുട്ടികളെ മിണ്ടാതിരിക്കാൻ പറ. മുത്തശ്ശി, എനിക്ക് തോന്നുന്നു ഇയാളെ കള്ളസ്വാമിയെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇദ്ദേഹം നല്ല സ്വാമി തന്നെയാ. അതുകൊണ്ടല്ലേ അവള് പേടിച്ചോടിയത്. അല്ലടോ, ഈ ഓജോപാട് കളിച്ചാൽ അവൾ പോകുന്ന ഉറപ്പാണ്. ആർക്കറിയാം മുത്തശ്ശി, നമുക്ക് കണ്ടറിയാം.